അച്ചാറുണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് നല്ല പുളിയുള്ള തനി നാടൻ മാങ്ങ തന്നെയല്ലേ. അങ്ങനെ കുറച്ച് മാങ്ങേനെ കിട്ടിയപ്പോൾ തൊലിയോട് കൂടിയിട്ട് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മണിക്കൂറെങ്കിലും എല്ലാം ശരിക്കും ഒന്ന് യോജിച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നല്ലെണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ചൂടാക്കി കടുക് പൊട്ടിച്ച് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതേപോലെ തന്നെ എരിവിന് വേണ്ടി 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും എല്ലാം ചേർത്ത് ആ ഉള്ളിയുടെ പച്ചമണം പതുക്കെ ഒന്നങ്ങ് മാറുന്നവരെ വഴറ്റിയെടുക്കണേ. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങയുടെ മിക്സും അതേപോലെ തന്നെ അച്ചാറിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കായത്തിൻ്റെ പൊടിയും ഉലുവയും കടുകും നന്നായിട്ട് ചൂടാക്കി ഒന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. മാങ്ങയ്ക്ക് പുളിക്കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ തണുത്തതിന് ശേഷം നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ നമുക്ക് ആസ്വദിച്ചങ്ങ് കഴിക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.